കൈക്കലാക്കിയ ഉപ്പ് മതിയായിരുന്നു ആ അഴികൾ അവന് തുരുമ്പിപ്പിക്കാൻ. അങ്ങനെ സെല്ലിലെ 7ഓളം അഴികൾ ഓരോന്നായി അയാൾ മുറിച്ചു തുടങ്ങി. രാത്രികാലങ്ങളിൽ കമ്പി മുറിക്കും, പകൽ സമയം കിടന്നുറങ്ങും. ജയിലിൽ നിന്നും ആരെങ്കിലും തന്നെ കേൾക്കുന്നുണ്ടോ എന്നറിയാൻ പാത്രം കൊണ്ട് കൊട്ടി നോക്കും. അവിടം കൊണ്ടും കഴിഞ്ഞില്ല. ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം അയാൾ പകുതിയാക്കി. ജയിൽ ചാടിയാലും ആരും തന്നെ തിരിച്ചറിയാതിരിക്കാൻ താടി ഷേവ് ചെയ്യാതെ രൂപമാറ്റം വരുത്തി. ജയിൽ ചാടാനുള്ള തുണികളും അയാൾ ഒളിപ്പി. എന്നാൽ സൗമ്യയെ കണ്ടപാടെ അവന്റെ മോഹം മറ്റൊന്നായി. അയാളിലെ ചെന്നായ ഉണർന്നു. അവൾ വഴങ്ങില്ലെന്നായപ്പോൾ പിന്നെ മൽപ്പിടുത്തമായി. ഒടുവിൽ വേഗത്തിലോടുന്ന ആ ട്രെയിനിൽ നിന്നും അവളെ തള്ളി താഴെയിട്ടു. അടങ്ങിയില്ല. അതേ റെയിൽവേ ട്രാക്കിലേക്ക് അവനും കുതിച്ചു ചാടി. ആ രാത്രി സൗമ്യ കരഞ്ഞു നിലവിളിച്ചെങ്കിലും ചീറിപ്പായുന്ന ട്രെയിനിന്റെ അലർച്ചയും പാതിരാത്രിയും ആളൊഴിഞ്ഞ ഇടവും ഗോവിന്ദചാമി എന്ന ആ സെക്സ് മാനിയാക്കിന് തനിക്ക് പറ്റിയ പരിക്കുകൾ പോലും വകവയ്ക്കാതെ ജീവച്ഛവം പോലെ കിടന്ന ആ പെൺകുട്ടിയെ ഇരയാക്കാൻ തരമായി. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ വാഹനാപകടത്തിൽ മരിച്ചതോടെ ഗോവിന്ദചാമിയും ചേട്ടനും സ്കൂൾ വിദ്യാഭ്യാസം നേടാതെ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക, മാല പൊട്ടിച്ചോടുക, മദ്യം കടത്തുക എന്നിവയിൽ തുടങ്ങി വലിയ ഗ്യാങ് കൊള്ളകളിലേക്കും കഞ്ചാവ് കടത്ത്, മദ്യം, ലഹരി എന്നിവയിലേക്കെല്ലാം തിരിഞ്ഞു. തമിഴ്നാട് പോലീസിന്റെ റെക്കോർഡിൽ റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും സ്ഥിരമായി സ്ത്രീകളെ തേടി അലയുന്ന ഗോവിന്ദചാമിയെ സെക്സ് സൈക്കോ എന്നാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഗോവിന്ദചാമി എങ്ങനെ ഒറ്റക്കയ്യനായി മാറി? ഒരിക്കൽ ഒരിടവഴിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ശേഷം ബൈക്കിൽ പായുകയായിരുന്ന ഗോവിന്ദചാമിയും കൂട്ടാളിയും രക്ഷപ്പെടാനായി ബൈക്ക് അതിവേഗം ഹൈവേയിലേക്ക് എടുത്തപ്പോൾ അതിലൂടെ പാഞ്ഞു വന്ന ലോറിക്ക് അടിയിൽപ്പെടുമെന്നായി. ബ്രേക്ക് പിടിച്ചെങ്കിലും കിട്ടില്ല എന്നുറപ്പായതോടെ പിൻ ടയറിനിടയിലേക്ക് പുറകിലിരുന്ന ഗോവിന്ദചാമി തന്റെ കൈ തിരുകുകയായിരുന്നു. വണ്ടി സഡൻ ബ്രേക്കിട്ട പോലെ നിന്നെങ്കിലും ഗോവിന്ദചാമി അതോടെ ഒറ്റക്കയ്യനായി തീർന്നു. കവർച്ച നടത്തി പിടിക്കപ്പെട്ടാൽ ഈ ഗ്യാങ്ങിലുള്ളവർ കൂട്ടത്തോടെ മൂത്രവും മലവിസർജനവും നടത്തും. അത് മറ്റുള്ളവരിലേക്ക് വാരി എറിഞ്ഞ് അറപ്പുണ്ടാക്കി അവരിൽ നിന്നും രക്ഷപ്പെടും. ഇതേ ടെക്നിക്ക് തന്നെയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലും പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനുള്ള വധശിക്ഷ 7 വർഷത്തെ തടവായി സുപ്രീം കോടതി കുറച്ചു. ബലാത്സംഗ കേസിൽ ജീവപര്യന്തം തടവ് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. കോടതിയിൽ കൊലപാതക കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണം. അതിനെയെല്ലാം മറികടക്കാനുള്ള ശ്രമമായിരുന്നു ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടമെങ്കിലും സൗമ്യയ്ക്ക് നീതി നടപ്പാക്കാൻ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നതോടെ ആ ശ്രമവും പാഴായി. അന്ന് മലയാളികൾ ഒന്നടങ്കം ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം എന്ന് പറയുന്ന പോലെ ഗോവിന്ദചാമി ചാടിയാലും ഇനി ആ കിണറോളം എന്ന് പറഞ്ഞു.